എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ ഒരു മല? അത് അവിടെ ദൂരത്ത് അവിടെ ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ. ആ മലയുടെ മുകളിൽ അങ്ങോട്ടാണ് കേട്ടോ ഒന്ന് പോകുന്നത്. അമ്മോ ഉളൂറിയാ ഉളുന്നിട്ട ഉളു ടാസ്കാണ് വീണ് പിന്നെ പിന്നെ വൈൽഡ് അനിമൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കരടിയും വൈൽഡ് ഡോഗ്സും അങ്ങനെ മാനും അങ്ങനത്തെ അനിമൽസും ഒക്കെ ഉണ്ട് കേട്ടോ. വളയിട്ടോ മോളെ. അപ്പോൾ ഇനി യാത്ര ചെയ്യുന്നത് ആനക്കാട്ടിലൂടെയാണ്. ഇങ്ങനെ കേട്ടോ ഈ നാട്ടിലേക്ക് പോയി വരേണ്ട ട്രാവലിങ്. ഭയങ്കര ഓഫ് റോഡ് കേട്ടോ, ഭയങ്കര ഓഫ് റോഡ് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡാണ്. വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നല്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് സ്ലിപ്പായി വീഴുകയൊക്കെ ചെയ്തു. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. ഇവിടെ കയറുന്നില്ല കേട്ടോ, വണ്ടി നടന്നു പോവാണ് കേട്ടോ. ഞാൻ ഭയങ്കര വീഴും, നടക്കൂല. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കെൽട്ടൻ മല ട്രക്കർ. ഇന്ന് ഞാൻ പോകുന്നത് ഇതാ എൻ്റെ പുറകിൽ കാണുന്നുണ്ടോ ഒരു മല. ആ മലയുടെ നെറുവിലേക്കാട്ടോ പോകുന്നത്. സംഗതി ആ നെറുവിൽ ഒരു ഗ്രാമമുണ്ട്. പഴങ്കാലത്തുള്ള ആളുകളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളതെന്ന് പറഞ്ഞത് കേട്ടത്. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ തമിഴ്നാട്ടിലെ സേലം ജില്ലയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ വേറൊരു കണക്ടിവിറ്റി എന്താണെന്നുള്ളത് വെച്ചാൽ ഇവിടെ വീരപ്പൻ്റെ ആക്ടിവിറ്റി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ സ്ഥലത്ത്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ സേലം ജില്ലയിലെ പാലമലൈ എന്നറിയപ്പെടുന്ന ഒരു മലവാസികളെ കാണാൻ വേണ്ടിയിട്ടാണോ പോകുന്നത്. എൻ്റെ പുറകിൽ കാണുന്നുണ്ട് ആ മല. ആ മല കയറി പോകണം. ഞങ്ങൾ ഓൾറെഡി ഒരുപാട് ദൂരം ഓഫ് റോഡ് ചെയ്ത് വന്നു. അതൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഭയങ്കര മോശമാണ്, ഭയങ്കര ഓഫ് റോഡ് കേട്ടോ. ഭയങ്കര ഓഫ് റോഡ് പറഞ്ഞാൽ ഭയങ്കര ഓഫ് റോഡാണ്. വണ്ടി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നല്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് സ്ലിപ്പായി വീഴുകയൊക്കെ ചെയ്തു. ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള റോഡാണ്. പിന്നെ വൈൽഡ് അനിമൽസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യെസ്, കരടിയും വൈൽഡ് ഡോഗ്സും അങ്ങനെ മാനും അങ്ങനത്തെ അനിമൽസും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ കുറേ വലിയ വലിയ അനിമൽസ് ഉണ്ട്. ആന അങ്ങനത്തെ അനിമൽസ് ഒക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ വളരെ റയറാണ്, എപ്പോഴെങ്കിലുമൊക്കെ വരാറുള്ളൂ. പക്ഷേ ഈ കരടിയും വൈൽഡ് ഡോഗ്സിൻ്റെ ശല്യം ഇവിടെ വളരെയധികം കൂടുതലാണ് അത്രേ. അപ്പോൾ നമുക്ക് നേരെ ഇനി ആ മലയുടെ മുകളിലേക്ക് കയറിയിട്ട് അവിടുത്തെ വില്ലേജിൻ്റെ കാഴ്ചകളൊക്കെ കാണാം. ഭയങ്കര ഓഫ് റോഡാണ് കേട്ടോ. ഈ ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു തോന്നുന്നുണ്ട്. അപ്പോൾ നേരെ നമുക്ക് പോവാം കേട്ടോ. ഇതിൻ്റെ മുകളിലേക്ക് പോകണം. ഇനി പാളമലൈ അത് വേണം കേട്ടോ. ഇവനിമാതിരി സൗണ്ടൊക്കെ ഉണ്ടാക്കും ഫ്രണ്ട്സ് ഇടയ്ക്ക്. അങ്ങനെ അതിൻ്റെ ഒരു കടിയുണ്ട്. തമിഴിലോട്ട് ചെയ്തിരിക്കുന്നത്. അധികം ആളുകളുടെ അടുത്തും വണ്ടി ഇല്ലാത്തത് കൊണ്ട് കാട്ടുപാതയിലൂടെ കേട്ടോ കടന്നു പോവാറ്. അപ്പോൾ നമ്മൾ ബൈക്കിലാണല്ലോ വന്നിരിക്കുന്നത്, ഇതുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ബൈക്കിൽ ഇതാ കടന്ന് ഓഫ് റോഡ് ചെയ്തിട്ട് വേണം കേട്ടോ മുകളിലേക്ക് പോകാൻ. ആ മലയുടെ നെറുവിലാണ്. ഓൾറെഡി പകുതി മല ഞങ്ങൾ എത്തി. എന്നാലും കാണിച്ചു തരാം. இப்போ ஏவண்டி எப்செட் கொண்டு வந்தால் என்ன ஆகும்? 5 ரூபா. ஓ, அனிமல்ஸ் எல்லாம் எதுவும் கிடையாது. கரடி சரணாய் கரடி இருக்கு. டேய்
ഇത് കൂടെ കയറാൻ പറ്റുമെന്ന് തോന്നണില്ല കേട്ടോ. ഇറങ്ങലായിരിക്കും പിന്നെയും അവസ്ഥ. ഈ റോഡുകളൊക്കെ കണ്ടില്ല നിങ്ങള്? വീണ് പോയിരും മുക്കിയെത്ത്. ചെറിയ വയസ്സ് വാപ്പണ പറ്റില്ലോട്ടെ, ഇത് നടപടിയാവില്ല. വീണോട്ടെ. ഞങ്ങളിവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല. വീഡിയോയിൽ കാണുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല, നേരിൽ കാണുമ്പോൾ ഇതൊക്കെ ഭയങ്കര കുഴി കേട്ടോ. അപ്പോൾ നേരത്തെ ഇതിലൂടെ പോയപ്പോണ്ടല്ലോ ഫ്രണ്ട് വീലാണ് പൊന്തി ഇങ്ങനെ നിന്ന് ഞാൻ വീണു കേട്ടോ അവിടെ താഴെ. എൻ്റെ അമ്മോ, ഇതിലെപ്പോഴും എയർ തരി ഇവിടെ ടാസ്ക് കണ്ടോ കയറുന്നത്? ഇതുണ്ടോ ഇതിപ്പോ എങ്ങനെ കേറുന്നാലേക്ക് വണ്ടി നാശാവോ ഈശ്വര. ഇറങ്ങിരുവാ, ഇറങ്ങിട്ടാ ഇറങ്ങണ കറക്റ്റാ ഇറങ്ങും. ഇറങ്ങിറ വണ്ടിക്ക് ലോഡ് അധികം ഉണ്ടാ, ക്ലച്ച് തരുപ്പൊടി. നീ ഏറ് മേലെ കയറുന്നില്ല കേട്ടോ, വണ്ടി നടന്നു പോവാണ് കേട്ടോ. ഞാൻ വരുന്നില്ല കേട്ടോ, ടാസ്ക്കാണ്. വീണ് പിന്നെ மேலே நடந்து வந்துருத்தா, இதில் வந்துடுறியா சொல்லுன்னு வந்து வந்தாச்சுல்ல. நான் என்ன சொல்கிறேன்னா இது வரைக்கும் ഒരാളാണ് വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അതുപോലെ അങ്ങനെ കയറി പോവാ. വിളിന്തിരാതെ ഇത്ര കഷ്ടപ്പെട്ടിട്ടോ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ അതിന് പരമാവധി സപ്പോർട്ട് നിങ്ങൾ അറിയിക്കണേ. പറ്റുന്നില്ല, കയറാൻ പറ്റില്ല. അയ്യോ സഹിക്കാൻ പറ്റില്ല, ഭയങ്കര വീഴും. നടക്കൂല. ഒരു ദിവസം തന്നെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ഇവർ എങ്ങനെ കയറി പോകുന്ന ഞാൻ മനസ്സിലാക്കുന്നത്. ഈശ്വര, ഇവർക്കൊക്കെ ഇത് എന്തില്ല കേടാ. சேலம் மாவட்டம் தானே? சேலம்னா சேலம் ஊருக்கு இந்த மாதிரி தான் പ്രശ്നം. ഓഫ് റോഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരു ബെസ്റ്റ് സ്ഥല. ഇറങ്ങിരണ്ട, സൂപ്പർ. താഴത്തെ കൃഷിസ്ഥലങ്ങൾ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. ഓൻ പറയണത് തിരിച്ചു പോയാലോ എന്നാണ് പറയണത്. കാരണം പറ്റുന്നില്ല, കഷ്ടമാണെന്നുണ്ടെങ്കിൽ വരണ്ടില്ലാന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ സുഹൃത്തുക്കൾക്ക് ഒരുപാട് പേര് ചോദിക്കലുണ്ട് വെറൈറ്റി വീഡിയോസ് വേണമെന്ന്. അതിന് വേണ്ടിയിട്ടാട്ടോ. പക്ഷെ ഇങ്ങനെയൊക്കെ ആൾക്കാർ ജീവിക്കുന്നുണ്ടെന്ന് കേൾക്കുമ്പോഴാണ് ഭയങ്കര അത്ഭുതം. വണ്ടി എഞ്ചിന് ഹീറ്റായിട്ട് നീങ്ങണില്ല. അവിടെ നിർത്തിയിട്ട് ഞങ്ങൾ വയ്യാട്ടോ, തീരെ വയ്യ. എങ്ങനെയാണെന്ന് അറിയാം, അങ്ങ് വെറുത്തു സത്യം പറഞ്ഞു. മുകളിലേക്ക് പോകണ്ടെന്നില്ല, പക്ഷെ ഇത്രയും ദൂരം വന്നതല്ലേ, ഇനി ഇത് നോക്കാണ്ട് എങ്ങനെ പോണേ. അപ്പം അതുകൊണ്ട് റിസ്ക് എടുത്തിട്ട് എങ്ങനെ പോവാണ്. ഈ റോഡ് കണ്ടില്ലേ, ഈ റോഡിൻ്റെ അവസ്ഥ കണ്ടില്ലേ? പാത്ര ഉളൂറിയാ പിടിച്ച നമ്മുടെ നീ തെളിവാക്കാൻ പറ്റില്ല, തിരിച്ചു കാണാൻ പറ്റില്ല അവരെ. അവൻ്റെ വണ്ടി എഞ്ചിൻ്റെ സൗണ്ടും മാറി. അപ്പോൾ എന്താ ചെയ്തെന്ന് അറിയാം, ഞങ്ങൾ തിരിച്ച് നമ്മൾ വണ്ടി. എനിക്ക് നല്ല സങ്കടമുണ്ട്. ഇത്രയും കഷ്ടപ്പെട്ട് പോയിട്ട് മഴ കാരണം ഈ കല്ലുകളൊക്കെ ഉരുണ്ട് വീഴുകയാണ്. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ ഓവർ പ്രശ്നമാണ്. രാത്രിയാവും, ഇപ്പോൾ തന്നെ സമയം 4 മണിയായി. ഇനിയും പോകണം 8 കിലോമീറ്റർ ആ മലയുടെ മുകളിലേക്ക്. ഈ അവസ്ഥയിലാണെങ്കിൽ കയറാൻ പറ്റില്ല. അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടെത്തണം. വണ്ടിയുടെ
മറ്റേ എഞ്ചിൻ ലൈറ്റൊക്കെ കത്തുന്നുണ്ട്. ഒക്കെ കരിഞ്ഞ മണം വന്ന് ആകെ ഓഫായി. പിന്നെ ഒരു സ്ഥലത്ത് വീണു, ഞങ്ങൾ താഴെ വീണിട്ട് കാലിനൊക്കെ നല്ല കൊള്ളല. അപ്പോൾ ഒന്ന് ചിന്തിച്ചു വേണ്ടടാന്ന് പറഞ്ഞു. ഭയങ്കര റിസ്ക്കാണ്. നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വന്നിട്ട് തീർക്കാൻ പറ്റാത്ത പോലെ ഭയങ്കര സങ്കടം. പക്ഷേ ഞാൻ വിട്ടില്ല, അവിടെയുള്ള ആൾക്കാരെ കണ്ടിട്ടേ തിരിക്കുള്ളൂ. ഇങ്ങനെയുണ്ടോ ഈ വില്ലേജിലേക്ക് പോകുന്നത്? ഈ വണ്ടിയൊക്കെ കയറി പോകൂലേ? അമ്മോ, ഇങ്ങനെയാണ്ടോ ഇവര് ഗ്രാമത്തേക്ക് പോകുന്നത്. മഴ പെയ്യാൻ തുടങ്ങി. മഴ പെയ്യുമ്പോൾ ഈ റോഡ് ഭയങ്കര ടാസ്ക്കാണ്. സത്യം പറഞ്ഞാൽ ചൂട്ടിട്ട് വേർത്ത് കുളിച്ച് ഞാൻ. പക്ഷേ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു സ്ഥലത്തേക്ക് വന്നിട്ട് ആദ്യമായിട്ടാണ് തിരിച്ചു പോണത്, ഫുള്ളും എടുക്കാതെ. വേറെ ഒന്നുമല്ല, അവൻ്റെ എഞ്ചിൻ്റെ സൗണ്ട് തന്നെ മാറി. പക്ഷെ അത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ നിന്ന് വ്യൂ നോക്കി. അപ്പം അതിൻ്റെ ടോപ്പിക്ക് എത്തി അങ്ങനെ ഉണ്ടാവും. കഷ്ടപ്പാടും കാലങ്ങളും. ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് തന്നെ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ ആ ഓഫ് റോഡ് ഭയങ്കര ഓഫ് റോഡ് ആയതുകൊണ്ട് വണ്ടി ഒരിക്കലും കയറില്ലല്ലോ. അത് ഭയങ്കര ഡേഞ്ചറും ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ. ഭയങ്കര അഡ്വഞ്ചർ പറഞ്ഞാൽ ഭയങ്കര അഡ്വഞ്ചർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് അന്വേഷിച്ചു ഈ ഗ്രാമത്തേക്ക് പോകാൻ വേറെ വല്ല വഴിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇതാ ഇങ്ങനെ ഒരു വഴിയുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞു കേട്ടോ. യെസ്, ഇത് വന്ന് നമ്മുടെ ബർഗൂർ ഉണ്ടല്ലോ, നമ്മുടെ കർണാടക ബർഗൂർ ബോർഡർ ഉണ്ടല്ലോ, അപ്പോൾ അതുവഴി ഒരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിലേ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് ശരിക്കും ആനക്കാടാണ്. അപ്പോൾ ഇനി യാത്ര ചെയ്യുന്നത് ആനക്കാട്ടിലൂടെയാണ്. പക്ഷെ ആന ഇപ്പോൾ ഇവിടെ ഇല്ല. എൻ്റെ തൊട്ടപ്പുറത്ത് ഒരു മല കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇത് കാണുന്നില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തൊരു മല ഉണ്ട്. ആ മലയും ഈ മലയും ഒരു കാലത്ത് വീരപ്പൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കാലത്ത് ഒന്നായിരുന്നു. വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൻ്റെ സെൻറ്ററിൽ. ഇപ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ റോഡ് പോകുന്നുണ്ട്, കടകളുണ്ട്, വീടുകളുണ്ട്. അതുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന ആനകളൊക്കെ ആ മലയ്ക്ക് പോയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ആനകളില്ല, പക്ഷെ പുലികളും കരടികളും ഇവിടെ ഉണ്ട് കേട്ടോ. പുലിയും കരടിയുള്ള ഈ മലയിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. പക്ഷേ ഒരു കാലത്ത് ഇവിടെ ആന ഉണ്ടായിരുന്നു. ഇപ്പോൾ സംടൈംസിൽ, അതായത് സീസൺ ടൈമിൽ മാത്രമൊക്കെ കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളെ നേരത്തിന് വന്നാൽ കഴിഞ്ഞ്, അത് വേറെ കാര്യം. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ വിട്ടുകൊടുത്തുനിന്ന് തന്നെ നമ്മൾ വീണ്ടും ഒരു 30 കിലോമീറ്റർ ഈ മല ചുറ്റി വന്നിട്ട് വേറെ പണ്ട് ആന ഉണ്ടായിരുന്ന കാട്ടിൽ യാത്ര ചെയ്യാണ് കേട്ടോ. എന്നാൽ നമുക്ക് വീണ്ടും കയറല്ലേ. ഇന്ന് തോൽവിയില്ല കേട്ടോ. ഇന്ന് അത് മാത്രമല്ല, സാധാരണ ഞാൻ കയറിപ്പോയി കണ്ടിട്ട് തിരിച്ചു വന്നാൽ മതി നമ്മൾ പ്ലാൻ ചെയ്തത്. പക്ഷെ അത് മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളവിടെ സ്റ്റേയും കൂടെ ചെയ്യുന്നുണ്ട്. ബാർബിക്യൂ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ക്യാമ്പ് ഫയർ ചെയ്യുന്നുണ്ട്, അതിനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ മുകളിൽ പോയിട്ട് പറഞ്ഞുതരാം കേട്ടോ. പാലമല വീഡിയോ എടുത്തിട്ട് പോകണമെന്നായിരുന്നു ഒരു പ്ലാന്. അപ്പോൾ നോക്കുമ്പോൾ ഹരി മേട്ടൂരത്തെ ആൾ തന്നെയാണല്ലോ. അപ്പോൾ ഹരീൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്ത് ഈ പാലമലത്തെ ഒരാളാണ് അത്ര. പക്ഷെ അവരിപ്പോൾ അവിടുന്ന് ഒഴിഞ്ഞു പോയി താഴെയുള്ള എന്താ പറയുക സിറ്റിയിലാണ് ഇപ്പോൾ അവരുള്ളത്. പക്ഷേ ആ ആളുടെ, അതായത് കൂട്ടുകാരൻ്റെ വീട് മുകളിലുണ്ട്. ആ സ്വന്തം വീടാണ്. അപ്പോൾ അവിടെ നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആ വീട്ടിൽ ആരില്ല, ഞാനും ഹരി മാത്രം സ്റ്റേ ചെയ്യുന്നത്. അപ്പോൾ അവർ അവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവിടുത്തെ ചാവി തന്നു. മുകളിലുള്ള വീട്ടിൻ്റെ ചാവി ഞങ്ങൾക്ക് തന്നിട്ട് ഇന്ന് നിങ്ങൾ രാത്രി അവിടെ സ്റ്റേ ചെയ്തോളൂ എന്നും കൂടി പറഞ്ഞിട്ടോ. ജസ്റ്റ് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിട്ട് വരണമെന്ന് മാത്രമേ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവിടെ നല്ല അടിപൊളി സ്റ്റേയും കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും ടോപ്പിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. അത് ശരിക്കും പറഞ്ഞാൽ മാനമുട്ടി മല എന്ന് പറയില്ല നമ്മൾ കേരളത്തിൽ, അതുപോലെയാണ്. മാനം മുട്ടി നിൽക്കുന്ന പോലെ തൊട്ട് നിൽക്കുന്ന പോലെ ഒരു അമ്പലമാണ്. എന്താണ് കോയിൽ പേര്? പാളമലൈ സിദ്ധേശ്വരർ. പാളമലൈ സിദ്ധേശ്വരർ എന്ന് പറഞ്ഞ ഒരു അമ്പലമുണ്ട്. അത് ശരിക്കും എന്ന് പറഞ്ഞാൽ മാനം തൊട്ട് നിൽക്കുന്ന ഹൈറ്റിലാണ് കേട്ടോ. അത് ഓൾറെഡി നമ്മൾ ഹരി വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ജസ്റ്റ് ക്ലിപ്പ് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇൻസ്റ്റയിൽ വേണമെങ്കിൽ ലിങ്ക് ഞാൻ തരാം കേട്ടോ. ഭയങ്കര ഹൈറ്റിൽ പറഞ്ഞാൽ ഭയങ്കര ഹൈറ്റിലാണ്. ഇനി നമുക്ക് ഇവിടുത്തെ ജീവിതം എങ്ങനെയാണ്, ലൈഫ് സ്റ്റൈൽസൊക്കെ എങ്ങനെയാണ്, ആൾക്കാരൊക്കെ എങ്ങനെ പോയി വരുന്നത്, ഇതൊക്കെ ഈ റൂട്ടിലൂടെ യാത്ര ചെയ്തിട്ട് നോക്കിയിട്ട് വരാം. ഇത് റോഡ് പോലെ പാളമലൈ. യെസ്, ஏதோ இந்த மாதிரி தான் ரோடு இருக்கு எடுத்துட்டா. இது ஆக்சுவலும் இப்படின்னா கூட போயிடலாம். நேற்று இருந்தது படுமோசம்டா. ஆஃப் ரோடு ஓட்டுறவங்களே வரமாட்டாங்க சசி அதுக்கெல்லாம். கேரளாக்காரங்க பார்க்கல, அதான் பிரச்சனை. இதான் இங்கேயும் நல்ல ரோடு இருக்கு, அதில் நல்ல. நான் அந்த குழியில தான் விடுறேன். அந்த அண்ணா தொங்கிட்டு வராங்க பாரு. இந்த சைடு வந்து அது நல்லா தெரியும். இந்த சைடு വേണം ഇവിടെ വേണ്ടാ തൂങ്ങിയിട്ടൊക്കെ വരുന്നുണ്ടോ നിങ്ങൾ?
ഇങ്ങനെ കേട്ടോ ഈ നാട്ടിലേക്ക് പോയി വരേണ്ട ട്രാവലിങ്. ശരിക്കും ഇന്നത്തെ ഈ റോഡും വലിയൊരു കുഴപ്പമില്ലെങ്കിലും പക്ഷെ ഓഫ് റോഡ് തന്നെയാണ് കേട്ടോ. ഇതും അത്യാവശ്യം റിസ്ക് ഉള്ള റോഡ് തന്നെയാണ്. ഒരു കാലത്ത് ആനക്കാടായിരുന്നു, ഇപ്പോ പുലിയും കരടിയും അവരുടെ കാടാണ്. യെസ്, വൈൽഡ് ഡോഗ്സും ഉണ്ട് കേട്ടോ. மழை மழை நம்மளும் போக சொல்கிறாங்களா? ആ ചേട്ടൻ അതിന് മുകളിൽ കയറിയിരിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കാനുള്ള സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ തൂങ്ങിയിട്ടൊക്കെയാണ് എത്ര ആൾക്കാർ വരാറ്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു അമ്പലം, ആ അമ്പലത്തിൽ ഉത്സവമൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ തൂങ്ങിയിട്ടും വലിഞ്ഞിട്ടൊക്കെയാണ് എത്ര വരാറ്. ആ നേരത്തെ തിരക്കായത് കൊണ്ടേ. അപ്പം നമ്മുടെ 2 ദിവസത്തിന് കഷ്ടത്തിന് ശേഷം നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് എൻട്രൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ ഗ്രാമത്തിൻ്റെ എൻട്രൻസ്. വലത്തേ ഭാഗത്ത് റോഡ് പോകുന്നത് കണ്ടോ, അതും ഒരു ഗ്രാമത്തേക്കാണ്. നേരെ റോഡ് പോകുന്നുണ്ടോ, അതും ഒരു ഗ്രാമത്തേക്കാണ്. മൊത്തം ഈ മലയുടെ മുകളിലുള്ളത് 8 ഗ്രാമങ്ങളാണ് എത്രയുള്ളത്. അപ്പോൾ ഓരോരോ വില്ലേജ് നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. ആദ്യം നമുക്ക് നമ്മുടെ വീട്ടിൽ പോയിട്ട് ബാഗൊക്കെ വെച്ച് നമ്മളുടെ സ്റ്റേ എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കിയിട്ട് വരാം. അതുകൊണ്ടോ ഒരുവിധം ഇവിടുത്തെ വില്ലേജിൻ്റെ ഉള്ളിലേക്ക് എത്തിട്ടോ. ഇവിടുത്തെ വീടുകളൊക്കെ ഇതാ ഏകദേശം ഇങ്ങനെയാണ്. ഈ മലയുടെ ഇതിൽ കൂടെ പോയിട്ട് വേണം ഗ്രാമത്തിലേക്ക് പോവാം, അതായത് നമ്മുടെ സ്റ്റേക്ക് പോകാൻ കേട്ടോ. மேலே வந்துட்டு சில்லுன்னு இருக்கு ஹரி, நல்ல சில்லுன்னு. കയറി വന്ന് ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ. പഴയ കാലത്തെ ഫീലിങ്സ് ആണ് കേട്ടോ. വീടുകളും ഇപ്പോഴും ഇങ്ങനത്തെ ഡെവലപ്മെൻറ്റേ ഉള്ളേ. പിന്നെ ചെറിയ സ്കൂളുകളും ഓഫീസുകളൊക്കെ ബിൽഡിങ്സ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള വീടുകളൊക്കെ ഇതുപോലുള്ള ഓല വീടുകളും പിന്നെ ഇതുപോലുള്ള തകരങ്ങളിട്ടിട്ടുള്ള വീടുകളൊക്കെ തന്നെയാണ് കേട്ടോ. ഇവിടെ ചെയ്യുന്നത് എന്താണെന്നറിയില്ല നിങ്ങൾ, ഫുള്ളും കൃഷിയാണ്. കയറി വന്നപ്പോൾ തന്നെ നല്ല തണുപ്പും നല്ല പച്ചപ്പും ആയതുകൊണ്ട് വേറൊരു ഭംഗിയാണ് കേട്ടോ ഈ വില്ലേജ് കാണാം. പഴയ കാലത്തേക്ക് ഏതോ ഒരു സ്ഥലത്തേക്ക് വന്ന പോലെ ഒരു ഫീൽ കേട്ടോ. ഇതൊക്കെ വീടാണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്, ഇതൊക്കെ വീടാണ്. ഇതിൻ്റെ ഉള്ളിലൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് ഇപ്പോഴും. മലയുടെ മുകളിലേക്ക് വന്നപ്പോൾ ഞാൻ ശരിക്കും നെട്ടി കേട്ടോ ഫ്രണ്ട്സ്. ശരിക്കും പറഞ്ഞാണ്ടല്ലോ ഇവിടെ കൃഷിയും ഗ്രാമമൊക്കെ കാണാണ്ടല്ലോ ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള കാഴ്ചയാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ നിങ്ങൾ? ബീച്ചിലും കാലിയാ സൂപ്പറാ, அவனை ஏன்டா கூப்பிடுற? നോക്ക്, நல்லா இருக்கு. ഇതാണ്ടോ ഇങ്ങനത്തെ വീടുകളാണ് കേട്ടോ കൂടുതലും ഇവിടെ. റൈറ്റുള്ള കേട്ടോ. ഇവർക്കൊക്കെ സ്വന്തമായിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് വീടൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അവർ ആ പഴയ കാലത്തെ വീട്ടിൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഞങ്ങളോട് പറഞ്ഞത്. ഒന്ന് കൃഷി ചെയ്യാനും പിന്നെ മൃഗങ്ങളൊക്കെ ആടിനും പശുവിനൊക്കെ വലിച്ചു കൊണ്ടുപോകുമ്പോൾ അതിനൊക്കെ കാവൽ നിൽക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്. പിന്നെ അവിടെ കടന്നാലേ ഉറക്കം വരുന്നുള്ളൂ അത്ര. ഫൈനലി ഇവിടെ എത്തിയിട്ടോ ഞങ്ങൾ. അങ്ങനെയൊക്കെ തിരഞ്ഞ് തപ്പിപ്പിടിച്ച് ഓരോരോ ചെറിയ ചെറിയ വീട്ടിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടന്നു വന്നിട്ടാണ് ഈ വീട് കണ്ടുപിടിച്ചത് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വീട്. ഈ വീട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഈ മലയുടെ മുകളിൽ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു വില്ലേജ് എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത് ഞാൻ. എൻ്റെ നേരെ ഫ്രണ്ടിൽ വ്യൂ കാണിച്ചത് ഈ വീടിൻ്റെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തരും, ഞാനും വരട്ടെ എന്ന് ചോദിക്കും നിങ്ങൾ. ഇവിടെ അടുത്ത് ആളുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ടൈം എല്ലാം സംസാരിക്കുന്നത്. ഫ്രണ്ട്സിന് കിച്ചന് ഇതാ പഴയ കാലത്തെ ഒരു തന്തിയുണ്ട്. പഴയ കാലത്തെ ഒരു തന്ത ഓൾറെഡി ഈ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ പഴയ കാലത്തെ കട്ടിൽ, പഴയ TV, ഇതവിടെ റൂം കഴിഞ്ഞു കേട്ടോ. അത്ര ഉള്ളേ. ഇതിൻ്റെ ഫ്രണ്ട് വ്യൂ ഒന്ന് ഞാൻ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നേരെ മുന്നിൽ ഇവിടെ നോക്കൂ, അതിൻ്റെ ടോപ്പിൽ വരെ വീടുകളാണ് കേട്ടോ. വീടുകളൊക്കെ കാണുന്നുണ്ട് അതുകൊണ്ടോ. ഇതിൻ്റെയും ടോപ്പിൽ വേറൊരു മല ഉണ്ട്. ആ മലയുടെ ടോപ്പിൽ ഒരു അമ്പലം ഉണ്ട് കേട്ടോ. മാനം മുട്ടി നിൽക്കുന്നത്, അതായത് ഈ മാനത്ത് മുട്ടി നിൽക്കുന്ന ഒരു അമ്പലമാണത്. വീടുകളൊക്കെ കണ്ട് ഇത് ഭംഗിയുണ്ടെന്ന് പറയും. ചെറിയ വീട്, നമ്മൾ മോട്ടോർ മുറിൻ്റെ പോലെ. പക്ഷെ ഇതാണ് കേട്ടോ വീട്.
அப்படியும் போகலாம் இந்த எப்படியும் போகலாம். ഫ്രണ്ട്സ്, ഈ വീഡിയോ ഞാൻ ഇതോടെ വൈൻഡപ്പ് ഇവിടെ ചെയ്യാം കേട്ടോ. കാരണം ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വില്ലേജിൻ്റെ ഫുട്ടേജ് ഒന്നും പോലും ഡിലീറ്റ് ചെയ്യണ്ടെന്നുള്ളത് ഓർത്തിട്ടാണ്. കാരണം അത്രയും അടിപൊളി ഗ്രാമമാണ്. അപ്പോൾ അതൊരു തനി വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം കേട്ടോ. ഇനി വരുന്ന ഫുട്ടേജൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും വേറെ ലെവൽ സ്ഥലമാണിത്. സുഹൃത്തുക്കളെ, അങ്ങനെ പറയണം തോന്നുന്നുണ്ട് എനിക്ക്. സത്യം പറഞ്ഞുണ്ടല്ലോ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് സ്ഥലത്തേക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഇതുപോലുള്ള ഒരു ഗ്രാമത്തേക്ക് ഞാൻ ആദ്യമായിട്ടാണ് യാത്ര ചെയ്ത് വന്നിരിക്കുന്നത്. ഇത് വീടാണേ, ഇത് ഈ മലയുടെ മുകളിലുള്ള ഒരു വീടാണ്. വർഷത്തിൽ 365 ദിവസം ഇവിടെ വെള്ളം പറ്റില്ല. അതേപോലെ ഒരു ഒഴുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും കേട്ടോ പറയുന്നത്. ഈ ഷൂട്ട് ചെയ്യുന്നത് 2026 കേട്ടോ, പഴയ കാലത്തിൽ നിന്നല്ല. അതാണ് കേട്ടോ അമ്പലം. അത് എത്ര ഹൈറ്റിലാന്ന് അറിയാം നിങ്ങൾ? എൻ്റെ അമ്മ, ഒരുപാട് ഹൈറ്റിലാണ് കേട്ടോ. ഇപ്പം ഇവിടെ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ആ മലയ്ക്ക് പോകണമെന്നുണ്ടെങ്കിൽ 3 മണിക്കൂർ നടന്നിട്ട് വേണം, കാട്ടിലൂടെ യാത്ര ചെയ്തിട്ട് വേണം പോവാൻ. എവിടെ നോക്കിയാലും മലയും കുന്നും പ്രകൃതി ഭംഗിയും കോടയും കാറ്റും, ഒരു പൊല്യൂഷൻ ഇല്ല, വണ്ടിയുടെ സൗണ്ട് ഇല്ല. 4 നാൾ മുன்னாடி சுருத்த வந்துச்சா? ஓ அப்படிங்களா? നൈറ്റിൽ பார்த்தாங்களா? അയ്യോ, നമ്മളെ നിലക്കടലയാണ് കേട്ടോ ഈ കാണുന്നത്. നിലക്കട ചെടിയാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയിലുണ്ടെന്ന് പറഞ്ഞാൽ നല്ല പച്ച നിറത്തില്. ഈ ഒരു ലൊക്കേഷൻ മാത്രം നോക്കി എന്ത് ഭംഗിയാണെന്ന്. ഇവിടെ ഭയങ്കര കളർഫുള്ളാണ് കേട്ടോ. ഇവിടെ 2 വീടുണ്ട്, അതിൻ്റെ നെറുവിലൊരു വീടുണ്ട്. പിന്നെ ടോപ്പിൽ ഇതാ കൃഷി നടത്തുന്നുണ്ട്. ആ മല ഉണ്ട്, നിങ്ങൾ ആ ടോപ്പ് വരെ കൃഷി നടത്തുന്നുണ്ട് കേട്ടോ. പിടിക്കീഴ കാലി പണി പോறாங்க. வருமானம் கம்மி, வாழ்வியல் இப்போ வாழ்றதுக்கு கொஞ்சம் കഷ്ടം. അപ്പൊ തിരിച്ചു പോകുമ്പോ കുറച്ച് ഗ്രാമങ്ങളുണ്ടേ, ഞങ്ങളിപ്പോ ശ്രദ്ധിക്കുന്നത്. ആ വീടിന്റെ മുറ്റത്ത് ബൈക്കൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ വേറൊരു ഗ്രാമത്തേക്ക് എത്തും. എത്ര ഈ മലയല്ലേ, ഈ മലയും ഈ മലയിലും നടക്കും ഇവിടെ ഒരു ഗ്രാമമുണ്ട്. ഏതോ ലോകത്തേക്ക് എത്തിയ പോലെ. അങ്ങോട്ട് ദൂരെ നോക്കി, അതൊക്കെ നമ്മളുടെ ബർഗൂർ മലകളാണ് കേട്ടോ, ആനക്കാടാണ് കേട്ടോ ശരിക്കും. ഞങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് വളഞ്ഞു കേട്ടോ. ചെറിയൊരു സീൻ ഉണ്ടായത് ഞാൻ പറഞ്ഞുതരാം. ஆமாங்க ப்ரோ. அந்த பாறையில இருந்து இந்த இங்க இருந்து அப்படியே அதுல பதுங்கி 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 போச்சு. அதுல കാട്ട് സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് കേട്ടോ. പേടിച്ചിട്ടായിട്ട് ഇരിക്കരുത്. சப்பாத்தி தான் போடலாம் பிளான் போட்டோம். சரி, நம்மள்ட்ட எக்யூப்மெண்ட்ஸ் கம்மியாக இருக்கிறதுனால நம்ம பிரெட் வாங்கிட்டு வந்துட்டோம். സുഹൃത്തുക്കളെ, ഇവിടെ കണ്ടോ ഞാൻ എത്ര ഭംഗിയുള്ള ഒരു മലഗ്രാമത്തിലുള്ളതെന്ന് അറിയോ? ഇത് കണ്ടോ നിങ്ങൾ? എൻ്റെ അമ്മോ, എത്ര ഭംഗിയുള്ള സ്ഥലമാണെന്ന് അറിയത്. ബ്രെഡ് റോസ്റ്റ്, ചിക്കൻ പൊരി, ചിക്കൻ ഗ്രേവി, 10 ഫോറസ്റ്റ്. മഞ്ഞ് വീഴാൻ തുടങ്ങി, ഇതുണ്ട് നല്ല കോട കറങ്ങാൻ തുടങ്ങി. ചൂടിലുണ്ട് ചെറിയൊരു കഥകതപ്പ്. സത്യം പറഞ്ഞാൽ പേടിച്ചിട്ട് നട്ടലൊക്കെ വർക്കുണ്ട്. എന്നാലും പാതിരാത്രിക്ക് ഉടനെ ഈ മല ഇറങ്ങണം. ഈ അടർന്ന കാട്ടിനുള്ള ഈ മലപ്പാതയിൽ രാത്രി പാതിരാത്രിയിൽ ഇറങ്ങിയേ പറ്റൂ.